ഡേ 2 ഡിന്നർ പ്ലാനുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. പ്ലീസ് സെറ്റ് ദാറ്റ് നമ്മൾ പനിയുള്ള ദിവസം കിണറ്റിൽ തന്നെ ആഹാരം കഴിക്കണം എന്ന് വെച്ച് നല്ല പനികളപ്പോൾ കഴിക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ഒരു പനി വരുമ്പോൾ കഴിക്കാം. നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയൂ? ബാ കാണാം. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. സോ നമ്മൾ ഇന്ന് ബീഫും പൊറാട്ടയും പുട്ടും ഒക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ 2 പാർട്ടായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഐ മീൻ മിനി വ്ളോഗ്. അപ്പോൾ നമ്മൾ ആദ്യം ബീഫ് നന്നായി കഴുകി ബീഫ് കറി ഉണ്ടാക്കാൻ പോകണം. സോ ഓൾറെഡി പറഞ്ഞ പോലെ ബീഫ് കഴുകി അതിലേക്ക് കുറച്ച് ഉപ്പ് നമ്മൾ ആദ്യം ഇട്ടു. ഞാൻ ഇതിൻ്റെയൊക്കെ വോയിസ് ഓവർ കൊടുക്കുന്നതിന് പകരം നേരിട്ട് എടുത്തിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് അൺവാണ്ടഡ് സൗണ്ട്സ് വന്നപ്പോൾ നമ്മൾ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ഉപ്പിട്ടു. ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി. നമ്മൾ ഈ ബീഫ് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ മസാലയൊക്കെ ഇട്ടിട്ട് വേണം വേവിക്കാൻ. അപ്പോൾ നമ്മൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ദെൻ ഗരം മസാല, മീറ്റ് മസാല. അതിൻ്റെ ഇടയിൽ ഞാൻ വിട്ടുപോയൊരു സാധനമാണ് ഇതേ കാണുന്ന മുളക് പൊടി. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ ആക്ച്വലി എനിക്കിത് നേരവണ്ണം പറഞ്ഞു തരാനൊന്നും അറിയില്ല, കാരണം ഞാൻ തന്നെ കുക്കിംഗ് പഠിച്ചിട്ട് വരുന്ന ആളാണ്. അപ്പം ഞാനിതൊരു അപ്പാപ്പൻ ഉണ്ടാക്കുന്ന വീഡിയോ നോക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. വളരെ സിമ്പിൾ റെസിപ്പിയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നെപ്പോലെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെങ്കിൽ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ബീഫിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ഗരം മസാല, കൊറിയാണ്ടർ പൗഡർ, ഐ മീൻ മല്ലിപ്പൊടി, പിന്നെ മീറ്റ് മസാല ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇടാം. അതിനുശേഷം ഇതുപോലെ തക്കാളിയും കുറച്ച് കറിവേപ്പില ഇടണം. ഞാനത് മറന്നുപോയി. എന്നിട്ട് ഇതുപോലെ നല്ലോണം തിരുമ്മി അത് നല്ലോണം മിക്സ് ചെയ്യണം. സോ ഞാനിത് കംപ്ലീറ്റ് വീഡിയോ എടുത്തിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്കിത് 1 by 1 ആയിട്ട് ഇങ്ങനെ കാണാം. സോ നമ്മളിത് നല്ലോണം മിക്സ് ചെയ്തിട്ട് കൈ കഴുകി വെള്ളം ഒഴിക്കുക. ഐ മീൻ നമ്മൾ ഇട്ട ആ പൊടി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി കൈ വൃത്തിയായിരിക്കുമല്ലോ, അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള പൊടി കൂടെ അതിലേക്ക് വരാൻ വേണ്ടിയിട്ട് കയ്യിലൂടെ വെള്ളം ഒഴിച്ച് അതൊന്ന് സെറ്റാക്കി വെക്കുക. ഇത് ആപ്പാപ്പം ചെയ്യുന്നത് അതേപോലെ കണ്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട, കാരണം ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ. അപ്പോൾ എന്നാലും ഇറങ്ങിയില്ലെങ്കിലോ എന്നൊരു ഡൗട്ട് കാരണം ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു. എന്തായാലും ഇറങ്ങും. എന്നാലും അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് നേരെ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് മാറ്റി. സോ ഇതൊക്കെ ബേസിക്കായ കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ ചെയ്തത് എന്നുള്ളത് വളരെ സിമ്പിളായ കാര്യമാണ്. ബീഫിന് വേണ്ട സംഭവങ്ങളൊക്കെ ഇട്ട് അതിൽ കുറച്ച് എന്താ പറയുക, തക്കാളിയും കറിവേപ്പില ഇടണം. ഞാൻ മറന്നതെന്ന് ഞാൻ പറഞ്ഞു, അതെന്തായാലും നിങ്ങൾ ഇടണം. അങ്ങനെ നമ്മളത് മാറ്റി. പിന്നെ ബീഫ് വേവുന്ന അത്രയും വിസിൽ, 8 വിസിൽ മിനിമമാണ് പറയുന്നത്. അതിനുശേഷം വിസിൽ പോയിട്ട് നമ്മൾ എടുത്ത് നോക്കണം. അപ്പോൾ വെന്തിട്ടില്ല പറഞ്ഞാൽ പിന്നെ ഒരു 2-3 വിസിൽ ഇടാം. വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അടുത്ത പണിയിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ എണ്ണ ഒഴിച്ചു. സോ ഞാനിപ്പോൾ നാട്ടിലല്ല, ഖത്തറിലാണുള്ളത്. അപ്പം നമ്മളിവിടെ വെളിച്ചെണ്ണയല്ല, അധികവും സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കൽ. എല്ലാത്തിനും ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ കേട്ടിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കണം, അതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളത് എന്നൊക്കെ. പക്ഷേ എനിക്ക് ബേസിക്കലി അങ്ങനെ തോന്നിയിട്ടില്ല. മേ ബി കുക്കിംഗ് പഠിച്ച് വരുന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് ചിലപ്പോൾ തോന്നാത്തതായിരിക്കാം. പക്ഷെ ബേസിക്കലി എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ ഈ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടാണ് എല്ലാം കുക്ക് ചെയ്യാറ്, എനിക്കിഷ്ടമാണ്. സോ ഓയിലിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഈ ഉള്ളി ആഡ് ചെയ്യുക. ഇതിൻ്റെ അളവൊന്നും ഞാൻ പറഞ്ഞു തരില്ല, കാരണം എനിക്ക് തന്നെ ഒരു അളവില്ല. എനിക്ക് ഏകദേശം തോന്നുന്ന രീതിക്കാണ് ഞാൻ അളവെടുക്കുന്നത്. ഇപ്പം നമ്മളൊരു 300 grams ചിലപ്പോൾ, അതായത് ഒരു 500 ഗ്രാമിന് താഴെ, 1 കിലോക്ക് താഴെയാണ് നമ്മൾ ബീഫ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ ഉള്ളി ഒരു 2-3 നമ്മളിതിലെടുത്തിട്ടുള്ളത്. സോ നിങ്ങളും ഔചിത്യത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ ഈ ഓണിയൻ ഒന്ന് വഴറ്റി എടുക്കാൻ വേണ്ടിയിട്ട്, സോട്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പ് ആഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ആഡ് ചെയ്യാം. നമുക്ക് ഏകദേശം ഉപ്പ് അറിയാമല്ലോ, അപ്പോൾ ഇപ്പോൾ കുറച്ച് ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഉപ്പില്ലെങ്കിൽ ആഡ് ചെയ്യാമല്ലോ. പിന്നെ നമ്മളിങ്ങനെ 1 by 1 ആയിട്ട് ഓരോന്ന് ആഡ് ചെയ്യുക. നമ്മളതിൻ്റെ ഇടയിൽ എന്താ ആഡ് ചെയ്തത്? പച്ചമുളക് ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ കരഞ്ഞിട്ടാണ് വരുന്നത്. സോ അവളിനെ എടുത്തു.
ഒന്ന് സമാധാനിപ്പിച്ചു. ബാക്കിയെല്ലാം അവളെ ഒക്കത്ത് വെച്ചിട്ടാണ് പണിയൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ക്ഷമിക്കാം. പിന്നെ നമ്മൾ നേരത്തെ കറിവേപ്പില ഇടാൻ മറന്നത് ഇവിടെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ശേഷം കുറച്ച് മല്ലിയില ഇട്ടു. ഞാൻ എടുത്തു വെച്ച വ്ളോഗ്, എടുത്തു വെച്ച വീഡിയോസ് അതുപോലെ പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് 10 മിനിറ്റൊക്കെ ഉള്ളത്. പക്ഷെ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഇതാ പറയുമ്പോഴത്തേനും കഴിയും. സോ ഫുള്ളായിരുന്നു കാണാം. ദെൻ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് അളവ് പറഞ്ഞു തരാത്തത് ഒരു മോശമായ കാര്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കിതിന് കറക്റ്റായിട്ട് അളവ് അറിയില്ല. ഞാനത് ഒരു ഇതിലങ്ങോട്ട് ഇടുക. പക്ഷേ ഞാൻ പറയുന്നത് എന്തും കൂട്ടിയിടാതിരുന്നാൽ നമുക്ക്, അതായത് കുറഞ്ഞു പോയാലും കുഴപ്പമില്ല, കൂടാതിരുന്നാൽ അത്രയും നല്ലത്. അങ്ങനെ ചെയ്ത് നമുക്ക് പഠിയും. അങ്ങനെ പഠിഞ്ഞതാണ് എനിക്ക്. പിന്നെ ഈ ഒരു ഐറ്റം ഇത് നിർബന്ധമില്ല. ഇത് അപ്പം പറഞ്ഞ വീഡിയോയിലില്ല. ക്യാപ്സിക്കം കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന എൻ്റെ കെട്ടിയവന് വേണ്ടിയിട്ട് നമ്മൾ ഇട്ടതാണ് ആ ക്യാപ്സിക്കം. അതായത് നമ്മൾ 2 ക്യാപ്സിക്കം വാങ്ങിച്ചിരുന്നു. അതിൽ ഒന്നിൻ്റെ ലേശം ബാക്കിയിരുന്ന പീസാണ് കാണുന്നത്. അപ്പോൾ അതും കൂടെ ഇതിലിടണമെന്ന് പറഞ്ഞപ്പോൾ ഞാനതിൽ തടസ്സമൊന്നും പറഞ്ഞില്ല, ഇട്ടു, അത്രയേ ഉള്ളൂ. ദെൻ നമുക്ക് കുരുമുളക് പൊടി നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മളിവിടെ 1 സ്പൂണോളം നിറച്ചും ഇടാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഇട്ടില്ല. സോ ഇവിടെ കുരുമുളക് പൊടി, അതുപോലെ ഗരം മസാല നമ്മളവിടെ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. ബാക്കി നമ്മൾ ആഡ് ചെയ്യുന്നത് ഈ ഉള്ളിയിലാണ്. പിന്നെ കുറച്ച് മീറ്റ് മസാല. അങ്ങനെ ആകെ നമ്മൾ ഈ ഒരു ഇതിൽ ഇത്രയേ ഇടുന്നുള്ളൂ. സാധാരണ ഞാൻ ബീഫ് ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാ പൊടികളും ഇവിടെ റിപ്പീറ്റ് ചെയ്യലുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ എല്ലാം ബീഫിലിട്ടിട്ട് ഇതിലാകെ ഗരം മസാലയും ആ പറഞ്ഞ കുരുമുളക് പൊടിയും മീറ്റ് മസാല എൻ്റെ അഡിഷനാണ്. ഇത്രയാണ് നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. കാരണം ആ പാപ്പൻ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ദെൻ അതിൻ്റെ ആ പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ ബീഫ് മൊത്തം എടുത്ത് ഇതിലേക്ക് കൊട്ടുന്നു, നല്ലോണം ഇളക്കുന്നു. സോ ഇതിൽ വെള്ളം ഉള്ളത് കൊണ്ട് വെള്ളം ആഡ് ചെയ്യണമെന്നില്ല. പക്ഷെ നമുക്ക് കുറച്ച് ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്തിരുന്നു. അപ്പോൾ അതാണ് കാര്യങ്ങൾ. ദെൻ നമ്മൾ നല്ലോണം ബീഫും നമ്മൾ ചേർത്തി വെച്ച മസാലയും നമ്മളിങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് അതിനെ എന്താ പറയുക, നല്ലോണം മിക്സ് ചെയ്ത് അങ്ങോട്ട് വെക്കുക. എന്നിട്ട് അടച്ച് വെച്ച് അങ്ങോട്ട് വേവിക്കുക. ഒബ്വിയസ്ലി നമുക്കിത് പൊറോട്ടയുടെ കൂടെ കഴിക്കാനുള്ളതാണ്. അപ്പോൾ എനിക്ക് പൊറോട്ട ഉണ്ടാക്കാൻ അറിയില്ല. അതുകൊണ്ട് നമ്മളുടെ ഐഡിയയുടെ പ്ലെയിൻ പൊറോട്ട വാങ്ങിച്ചിട്ടാണ് പൊറോട്ട ഉണ്ടാക്കുന്നത്. സോ നമ്മളിത് ഇവിടെ വന്ന സമയത്ത് തന്നെ വാങ്ങി വെച്ചതാണ്. 2-3 പാക്കറ്റ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടാകും. അതിലെ അവസാനത്തെ പാക്കറ്റാണ്. ഇപ്പോൾ കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് നമ്മളുടെ വീരപുത്രൻ, എൻ്റെ കെട്ടിയവനാണ്. അപ്പോൾ ആളാണിവിടെ പൊറോട്ട ഉണ്ടാക്കുന്നത്. മിനി വ്ളോഗ് കണ്ട ആൾക്കാർക്കറിയാം എനിക്ക് പനിയാണ്. അതിനിടയിലാണ് ഞാൻ ബീഫ് ഉണ്ടാക്കുന്നത്. സോ ഹി സെഡ് ഞാൻ പൊറോട്ട ഉണ്ടാക്കാം, യു ടേക്ക് റെസ്റ്റ്. കാരണം ആൾക്ക് ബീഫ് ഉണ്ടാക്കാൻ അറിയില്ല. എനിക്കാണെങ്കിൽ ബീഫ് കഴിക്കുകയും വേണം. അപ്പോൾ പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കണമല്ലോ. സോ ഞാനതുണ്ടാക്കി. ഞങ്ങൾ ആളുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഹെൽപ്പോട് കൂടി നമ്മളത് ഉണ്ടാക്കി. എൻ്റെ ബീഫ് സെറ്റായി നല്ല വറ്റി വന്നു. ഗ്രേവി ഉണ്ടോ വെച്ചാൽ ഉണ്ട്. നമ്മൾ ഇതിന് ശേഷം കുറച്ചുകൂടെ വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേറെ കാര്യം. നമുക്ക് എപ്പോൾ വേണമെങ്കിലും വെള്ളം ആഡ് ചെയ്ത് ഗ്രേവി കൂട്ടാവുന്നതേ ഉള്ളൂ. then നമ്മൾ കുറച്ച് ഗാർണിഷ് ചെയ്തു. ആ ഗാർണിഷ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അത് മിസ്സായിപ്പോയി. ദെൻ ഇവിടെ നമ്മൾ അടിച്ച പൊറോട്ട ഇരിക്കുന്നുണ്ട്. ദെൻ നമ്മൾ ആ വ്ളോഗിൽ പറഞ്ഞ പോലെ എൻ്റെ പുട്ടുപ്രദനായി കിട്ടിയതിന് വേണ്ടി നമ്മൾ പുട്ടുണ്ടാക്കി അത് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ നേരെ കഴിക്കാൻ വന്നിരുന്നു. സോ പൊറോട്ട എടുത്തു. ഇതൊക്കെ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ എടുക്കുന്നത്. ആ ഇരിക്കുന്ന ഉള്ളികളൊക്കെ ആളുടെ താല്പര്യമാണ്. ബീഫിന് ഉള്ളി ഇങ്ങനെ കടിച്ചു തന്നാൽ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇടയിൽ തന്നിട്ടുണ്ടായിരുന്നു. സോ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കില്ല. കഴിക്കുന്നതിന് മുമ്പ് മാത്രമേ വീഡിയോ എടുക്കുള്ളൂ. ഒരു ഫസ്റ്റ് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കംപ്ലീറ്റ്ലി എന്താ പറയുക അരഞ്ഞ പൊടിഞ്ഞ ഫുഡ് കഴിക്കാൻ തുടങ്ങും. സോ ബീഫ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മാത്രം കാണാൻ വന്നവരാണെങ്കിൽ ഇനി അങ്ങോട്ട് കാണണം എന്നില്ല. പക്ഷേ ഞങ്ങളുടെ വീഡിയോ കാണാൻ താല്പര്യത്തിൽ വന്നതാണെങ്കിൽ മുഴുവനായി കാണാം. അങ്ങനെ നമ്മൾ ഒരു തുണ്ട് പൊറോട്ട എടുത്ത് ഇങ്ങനെ ബീഫ് എടുത്ത് അതിനിങ്ങനെ ഇങ്ങനെ എടുത്ത് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മച്ചാ ഇതാണ് ടേസ്റ്റ്. ഞാൻ ഉണ്ടാക്കിയോട് പറയുന്നതല്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ പൊറോട്ട തിന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ പുട്ട് വന്നു. സോ അതുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തതാണ്. അതിൻ്റെ പകുതി ഞാനാണ് കേട്ടോ കഴിച്ചത്. കാരണം എനിക്കും ആ ഒരു ഇത് വന്നു.
അങ്ങനെ നമ്മുടെ സുന്ദരി വാവയും ഇടയിൽ ഫുഡ് കഴിച്ചിട്ടാണ് ആ പോക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ പുട്ടും ബീഫും എടുത്ത് ഇങ്ങനെ കുഴച്ച് അങ്ങനെ അങ്ങ് കഴിച്ചു. മോൾക്കും കൊടുത്തു. പിന്നെ ആൾക്ക് ഇതല്ല പെർമനൻറ്റ്, ആൾക്ക് വേറെ കൂളുണ്ടാക്കി കൊടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.